PSC പഠിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. 2024 നടന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിസ്കഷനാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഒന്നാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ദാദാഭായ് നവറോജിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവനകൾ ഏതൊക്കെയാണ്? പ്രസ്താവനകൾ നോക്കാം. ചോർച്ച സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ്, പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചു, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപകൻ, ഇന്ത്യയുടെ വന്ധ്യവയോധകൻ എന്ന് അറിയപ്പെടുന്നു. ഇതിൽ തെറ്റായ ഉത്തരം ഓപ്ഷൻ സി ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപകൻ ദാദാഭായ് നവറോജി അല്ല. ഇനി അടുത്തത് രണ്ടാമത്തെ ചോദ്യം നോക്കാം. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും എന്ന് പ്രഖ്യാപിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആര്? തന്നിരിക്കുന്ന ഓപ്ഷൻ ബാലഗംഗാധര തിലകൻ, ലാല ലജ്പത് റായ്, സുഭാഷ് ചന്ദ്രബോസ്, ബിപിൻ ചന്ദ്രപാൽ. ഇതിൽ ശരിയായ ഉത്തരം ഓപ്ഷൻ എ ബാലഗംഗാധര തിലകൻ. അടുത്തത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പ്രധാന കാരണങ്ങൾ ഏതൊക്കെയാണ്? ഇതിൽ കാരണങ്ങൾ തന്നിട്ടുണ്ട്. 1. കർഷകരുടെ ദുരിതങ്ങൾ, കരകൗശല തൊഴിലാളികളുടെ ദാരിദ്ര്യം, രാജാക്കന്മാരുടെ പ്രശ്നങ്ങൾ, ശിപ്പായിമാരുടെ ദുരിതങ്ങൾ. ഇതിൽ തന്നിരിക്കുന്ന പ്രസ്താവനകൾ എല്ലാം തന്നെ ശരിയാണ്. ഓപ്ഷൻ ഡി ആണ്. ഇവയെല്ലാം ശരിയാണ്. അടുത്തത് നാലാമത്തെ ചോദ്യം നോക്കാം. ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? തന്നിരിക്കുന്ന ഓപ്ഷൻ മാഡം മിക്കാജി ഗാമ, അരുണ ആസിഫ് അലി, സരോജിനി നായിഡു, ആനി ബസന്റ്. ഇതിൽ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി അരുണ ആസിഫ് അലിയാണ്. ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് അരുണ ആസിഫ് അലിയെ ആണ്. അടുത്തത് അഞ്ചാമത്തെ ചോദ്യം നോക്കാം. ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി രൂപീകരിച്ചത് ആരാണ്? തന്നിരിക്കുന്ന ഓപ്ഷൻ വി.ഡി. സവർക്കർ, ഭരത് സിംഗ്, സൂര്യസെൻ, രാജ്ഗുരു. സൂര്യസെൻ ആണ് ശരിയായ ഉത്തരം. ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി രൂപീകരിച്ചത് സൂര്യസെൻ ആണ്. ആറാമത്തെ ചോദ്യം നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ മലബാർ കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രസ്താവനകൾ നോക്കാം. മാപ്പിള കലാപങ്ങൾ എന്നറിയപ്പെടുന്നു. മലബാർ സ്പെഷ്യൽ പോലീസ് എന്ന ഒരു പ്രത്യേക വിഭാഗം പോലീസ് സേനയെ കലാപങ്ങൾ അടിച്ചമർത്താൻ രൂപീകരിച്ചു. കലാപങ്ങളെക്കുറിച്ച് പഠിക്കാൻ വില്യം ലോഗൻ കമ്മീഷനെ നിയമിച്ചു. ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ് കലാപത്തിൻ്റെ കാരണം. ഇതിൽ തന്നിരിക്കുന്ന ഓപ്ഷൻസ് എല്ലാം തന്നെ ശരിയാണ്. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. അതുപോലെ ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. അടുത്തത് ഏഴാമത്തെ ചോദ്യം നോക്കാം. കാലഗണനയനുസരിച്ച് ക്രമപ്പെടുത്തുക. കുണ്ടറ വിളംബരം, നിവർത്തന പ്രക്ഷോഭം, മലയാളി മെമ്മോറിയൽ, ഗുരുവായൂർ സത്യാഗ്രഹം. ഇതിൽ ആദ്യം കുണ്ടറ വിളംബരം നടന്നു, അതിനുശേഷം മലയാളി മെമ്മോറിയൽ, അതിനുശേഷം ഗുരുവായൂർ സത്യാഗ്രഹം, അതിനുശേഷം നിവർത്തന പ്രക്ഷോഭം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. കുണ്ടറ വിളംബരം, അതിനുശേഷം മലയാളി മെമ്മോറിയൽ, അതിനുശേഷം ഗുരുവായൂർ സത്യാഗ്രഹം, രണ്ടാമത് നിവർത്തന പ്രക്ഷോഭം. എട്ടാമത്തെ ചോദ്യം നോക്കാം. ചേരുംപടി ചേർക്കുക. നവോത്ഥാന നായകന്മാരുടെ പേര് കൊടുത്തിട്ടുണ്ട്. അവർ രൂപീകരിച്ച സംഘടനയുടെയും പേര് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. നിങ്ങളത് വിശദമായി നോക്കിക്കൊള്ളുക. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. അയ്യങ്കാളി സാധുജന പരിപാലന സംഘം രൂപീകരിച്ചു. പൊയ്ക്കനായി ശ്രീ കുമാര ഗുരുദേവൻ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ രൂപീകരിച്ചു. വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാസംഘം രൂപീകരിച്ചു. വൈകുണ്ഠസ്വാമികൾ സമത്വ സമാജം രൂപീകരിച്ചു. ഈ ക്രമത്തിലാണ് വരുന്നത്. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. അടുത്തത് ഒമ്പതാമത്തെ ചോദ്യം നോക്കാം.
താഴെ കൊടുത്തിരിക്കുന്നവയിൽ ചട്ടമ്പി സ്വാമികൾ രചിച്ച കൃതി ഏത്? ചട്ടമ്പി സ്വാമികൾ രചിച്ച കൃതി ദർശനമാല, വേദാധികാര നിരൂപണം, ആത്മോപദേശ ശതകം, ദൈവദശകം. ഇതിൽ ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. വേദാധികാര നിരൂപണം. ചട്ടമ്പി സ്വാമി രചിച്ച കൃതി വേദാധികാര നിരൂപണം. ഇനി അടുത്ത ചോദ്യം നോക്കാം. 10ാമത്തെ ചോദ്യം. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെയാണ്? പ്രസ്താവനകൾ 4 തന്നിട്ടുണ്ട്. അഥവാ നോക്കാം. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന ആദ്യ പ്രക്ഷോഭം. ടി.കെ. മാധവൻ നേതൃത്വം നൽകി. എ.കെ. ഗോപാലൻ വളണ്ടിയർ ക്യാപ്റ്റനായിരുന്നു. മന്നത്ത് പത്മനാഭൻ സവർണ ജാഥ നയിച്ചു. ഇതിൽ എ.കെ. ഗോപാലൻ വളണ്ടിയർ ക്യാപ്റ്റനായിരുന്നു. ഇത് തെറ്റായ പ്രസ്താവനയാണ്. അതിന് ബാക്കിയെല്ലാം ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. ഈ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ 3ാമത്തെ തെറ്റാണ്. ബാക്കി 1, 2, 4 ശരിയാണ്. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്ന വർഷം ഏതാണ്? ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്ന വർഷം ഏതാണ്? ശരിയായ ഉത്തരം 1950 ജനുവരി 26. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. ഇത് പല ചോദ്യങ്ങളും റിപ്പീറ്റായിട്ട് ചോദിച്ചിട്ടുണ്ട്. പല പരീക്ഷകളിലും ചോദിച്ചിട്ടുണ്ട്. ഇത് ഓർത്ത് വെക്കുന്നത് നല്ലതാണ്. അടുത്തത് 12ാമത്തെ നോക്കാം. 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലിക അവകാശമായത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? 86ാം ഭേദഗതി. 2002 നടന്ന 86ാം ഭേദഗതിയിലൂടെയാണ്. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്തിലാണ് മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഭാഗം 3, ഭാഗം 4, ഭാഗം 4A, ഭാഗം 5. ഇത്രയുമാണ് തന്നിരിക്കുന്ന ഓപ്ഷൻ. ഇതിൽ ശരിയായത് ഭാഗം 4A ആണ്. മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഭാഗം 4Aയിലാണ്. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. അടുത്തത് 14ാമത്തെ ചോദ്യം നോക്കാം. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? സ്വത്തവകാശം, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം, സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഇതിൽ സ്വത്തവകാശം ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല. സ്വത്തവകാശം മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടുന്നതല്ല. ബാക്കി 3 മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടുത്തുന്നതാണ്. അതിനാൽ ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. അടുത്ത 15ാമത്തെ ചോദ്യം നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ എഴുതപ്പെടാത്ത ഭരണഘടനയുള്ളത് ഏത് രാജ്യത്തിനാണ്? എഴുതപ്പെടാത്ത ഭരണഘടനയുള്ളത് ഏത് രാജ്യത്തിനാണ്? തന്നിരിക്കുന്ന ഓപ്ഷൻ ബ്രിട്ടൻ, ബ്രസീൽ, ഇന്ത്യ, ഓസ്ട്രേലിയ. എഴുതപ്പെടാത്ത ഭരണഘടനയുള്ളത് ബ്രിട്ടനാണ്. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. അടുത്തത് ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് സഞ്ജയ് കിഷൻ കൗൾ, ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന, ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. ജസ്റ്റിസ് DY ചന്ദ്രചൂഡാണ് ശരിയായ ഉത്തരം. അടുത്ത 17ാമത്തെ ചോദ്യം നോക്കാം. നിലവിലെ ലോക്സഭാ സ്പീക്കർ ആരാണ്? നിലവിലെ ലോക്സഭാ സ്പീക്കർ ഓം ബിർളയാണ്. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. 18ാമത്തെ ചോദ്യം നോക്കാം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ BP മേനോനെക്കുറിച്ച് ശരിയായ പ്രസ്താവനകൾ ഏവ? സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നാട്ടുരാജ്യങ്ങളുടെ ഇന്ത്യൻ യൂണിയനിലേക്കുള്ള സംയോജനവുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സെക്രട്ടറി ആയിരുന്ന മലയാളി. അത് ശരിയായ പ്രസ്താവനയാണ്. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗം. അത് തെറ്റാണ്. ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ്. അത് ശരിയാണ്. 1952 അസമിൽ ഗവർണറായി ചുമതലയേറ്റു. അത് തെറ്റായ പ്രസ്താവനയാണ്. അപ്പോൾ നമുക്ക് എയും സിയുമാണ് ശരിയായ പ്രസ്താവന. അതിനാൽ ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. അടുത്തത് താഴെ തന്നിരിക്കുന്നവയിൽ 1961 വരെ പോർട്ടുഗലിൻ്റെ അധീനതയിലായിരുന്ന പ്രദേശം ഏത്? പോർട്ടുഗലിൻ്റെ അധീനതയിലായിരുന്ന പ്രദേശം
ഗോവയാണ് ശരിയായ ഉത്തരം. ഓപ്ഷൻ എ ഗോവയാണ് ശരിയായ ഉത്തരം. 20ാമത്തെ ചോദ്യം നോക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമായ തുമ്പ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിൻ്റെ ശില്പി ആര്? തന്നിരിക്കുന്ന ഓപ്ഷൻ ഹോമി ജെ ബാബ, വിക്രം സാരാഭായ്, ജവഹർലാൽ നെഹ്റു, ഡോക്ടർ രാജാ രാമണ്ണ. വിക്രം സാരാഭായ് ആണ് ശരിയായ ഉത്തരം. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. 21ാമത്തെ ചോദ്യം നോക്കാം. ഏത് രാജ്യത്തിൻ്റെ സാങ്കേതിക സഹായത്തോടെയാണ് 1964 ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് എന്ന ഇരുമ്പുരുക്ക് ശാല ആരംഭിച്ചത്? റഷ്യയുടെ സഹായത്തോടെ. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. 22ാമത്തെ ചോദ്യം നോക്കാം. 12ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടത് തന്നിരിക്കുന്നത് മാനവശേഷി വികസനം, മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക, മുഴുവൻ ജനവിഭാഗങ്ങളുടെയും സമഗ്ര വികസനം, സുസ്ഥിര വികസനം. സുസ്ഥിര വികസനമല്ല, ബാക്കി 3 പ്രസ്താവനയും ശരിയാണ്. സുസ്ഥിര വികസനം തെറ്റാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. സുസ്ഥിര വികസനവുമായി ബന്ധപ്പെട്ടതായിരുന്നു 12ാം പഞ്ചവത്സര പദ്ധതി. അടുത്തത് 23 നോക്കാം. താഴെ പറയുന്നവയിൽ കേരള സർക്കാരിൻ്റെ ഇ ഗവേണൻസ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആയ സഞ്ജയ നൽകുന്ന സേവനങ്ങൾ ഏവ? സഞ്ജയ നൽകുന്ന സേവനങ്ങൾ ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റ് ശരിയാണ്, കെട്ടിട വയസ്സ് സർട്ടിഫിക്കറ്റ് ശരിയാണ്, കെട്ടിട നികുതി അടയ്ക്കൽ ശരിയാണ്. അതിനാൽ മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. 24 നോക്കാം. റോഡ് അപകടങ്ങൾ കുറയ്ക്കാനും ഗതാഗത നിയമലംഘനം തടയാനും സംസ്ഥാനത്തെ മോട്ടോർ വാഹന വകുപ്പ് AI അധിഷ്ഠിത ക്യാമറകൾ സ്ഥാപിച്ച പദ്ധതി? സേഫ് കേരളയാണ്. ഓപ്ഷൻ ബി സേഫ് കേരള. അടുത്തത് 25. ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്നും ഉദ്ഭവിക്കുന്ന നദികളാണ് ഉപദ്വീപീയ നദികൾ. താഴെ തന്നിരിക്കുന്നവയിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾ ഏതെല്ലാം? പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾ ഏതെല്ലാം? കാവേരി, കൃഷ്ണ പടിഞ്ഞാറോട്ടല്ല. നർമ്മദ, താപ്തി. നർമ്മദ താപ്തിയാണ് ശരിയായ ഉത്തരം. അതിനാൽ ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. 26 നോക്കാം. ചന്ദ്രയാൻ 1ൻ്റെ പ്രൊജക്റ്റ് ഡയറക്ടറാണ് അണ്ണാദുരൈ. എന്നാൽ ചന്ദ്രയാൻ 3ൻ്റെ പ്രൊജക്റ്റ് ഡയറക്ടർ ആര്? ഡോക്ടർ പി വീരമുത്തുവേലാണ് ശരിയായ ഉത്തരം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? കേരളത്തിൽ ഏലം വിളയുടെ വളർച്ചയ്ക്കാവശ്യമായ ഭൂമിശാസ്ത്ര ഘടകം? 50 സെൻറ്റിമീറ്റർ താഴെ മഴ, 50 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ചൂട്, നിർവാചമുള്ള മണ്ണ്, ലാറ്ററൈറ്റ് മണ്ണ്, നീർവാർച്ചയുള്ള മണ്ണ്. നീർവാർച്ചയുള്ള മണ്ണാണ് ശരിയായ ഉത്തരമെന്ന് തോന്നുന്നു. നിങ്ങൾ കൺഫേം ആക്കേണ്ടതാണ്. അറബിക്കടലുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടാത്തത്? ഗോവ, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത്. മഹാരാഷ്ട്രയാണ് ശരിയായ ഉത്തരം. ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം? ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം 8 ഡിഗ്രി 4 വടക്ക് നിന്ന് 37 ഡിഗ്രി 6 വടക്കോട്ട്. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. ഗംഗാ നദിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന? ഗംഗാ നദിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന മാനസ സരോവർ തടാകത്തിൽ നിന്ന് ഉത്ഭവം. തെറ്റാണ്. അറബിക്കടലിൽ പതിക്കുന്നു. തെറ്റാണ്. 2900 കിലോമീറ്റർ നീളം. തെറ്റാണ്. ഗ്യാങ്ടോങ് ഗംഗയുടെ പോഷക നദിയാണ്. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. ഗംഗാ നദിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഓപ്ഷൻ ഡി ടാങ്ടോൺ ഗംഗയുടെ പോഷക നദിയാണ്. ബാക്കി 3ഉം തെറ്റാണ്. അടുത്തത് 31. വെള്ളവും വളവും കണികാരൂപത്തിൽ ഡ്രിപ്പറുകളിലൂടെ നൽകുന്ന രീതി. ഈ ക്വസ്റ്റ്യൻ എനിക്കറിയില്ല. 32 നോക്കാം. മൺസൂണിൻ്റെ പിൻവാങ്ങൽ കാലം എന്നറിയപ്പെടുന്നത്? മൺസൂണിൻ്റെ പിൻവാങ്ങൽ കാലം എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ എ ആണ്
വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകൾ. മൺസൂണിൻ്റെ പിൻവാങ്ങൽ കാലം അറിയപ്പെടുന്നത് വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകളാണ്. അടുത്തത് 33 നോക്കാം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയല്ലാത്തത്. നിള എന്ന പേരിൽ അറിയപ്പെടുന്നത് ഭാരതപ്പുഴയാണ്. ശരിയാണ്. കേരളത്തിലെ ഏറ്റവും നീളമുള്ള നദി ഭാരതപ്പുഴയാണ്. തെറ്റാണ്. ഭാരതപ്പുഴ ആനമലയിൽ നിന്ന് ഉത്ഭവിക്കുന്നു. ശരിയാണ്. മാമാങ്കം നടക്കുന്നത് ഭാരതപ്പുഴയുടെ തീരത്താണ്. ശരിയാണ്. അപ്പോൾ ഇതിൻ്റെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. കേരളത്തിലെ ഏറ്റവും നീളമുള്ള നദി ഭാരതപ്പുഴ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയല്ലാത്തത് ഓപ്ഷൻ ബി ആണ്. 2023 വയലാർ അവാർഡ് ശ്രീകുമാരൻ തമ്പിക്ക് നേടിക്കൊടുത്ത കൃതി. ജീവിതം ഒരു പെണ്ടുലം എന്ന കൃതിയാണ് ശ്രീകുമാരൻ തമ്പിക്ക് വയലാർ അവാർഡ് നേടിക്കൊടുത്തത്. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. ഐക്യരാഷ്ട്ര സംഘടന 2023 ഏത് വർഷമായി ആചരിക്കുന്നു? ചെറുധാന്യവർഷം, പയറുവർഷം, മണ്ണുവർഷം, ഒട്ടകവർഷം. ചെറുധാന്യവർഷമായി ആചരിക്കുന്നു. അടുത്തത് 36 നോക്കാം. പെരിയാറിൻ്റെ പോഷക നദികൾ ഏതെല്ലാം? മുതിരമ്പുഴ, പെരിഞ്ചാം കുട്ടിയാർ, തൊടുപുഴയാർ, കട്ടപ്പനയാർ. ഇവ നാലും ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. പെരിയാറിൻ്റെ പോഷക നദികൾ ഇവയെല്ലാം പെരിയാറിൻ്റെ പോഷക നദിയാണ്. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. അടുത്തത് ചേരുംപടി ചേർക്കാനാണ്. 37ാമത്തെ ചോദ്യം. ഇതിൽ ഒന്നാം പട്ടികയിൽ വന്യജീവി സങ്കേതം, രണ്ടാം പട്ടികയിൽ ജില്ല. നെയ്യാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. ചെന്തുരുത്തി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് കൊല്ലത്താണ്. കരിമ്പുഴ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. വൈദ്യശാസ്ത്ര നോബൽ സമ്മാന ജേതാക്കളായ ഡോക്ടർ കാറ്റലിൻ കരിക്കോ, ഡോക്ടർ ഡ്രൂ വൈസ്മാൻ എന്നിവർക്ക് എന്തിനുള്ള കണ്ടുപിടുത്തത്തിനാണ് സമ്മാനം ലഭിച്ചത്? mRNA വാക്സിൻ വികസിപ്പിച്ചതിനാണ്. ഇരവികുളം ദേശീയോദ്യാനവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. കേരളത്തിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനം. ഇതിൽ 4 മാത്രമാണ് ശരി. തേക്കടി വന്യജീവി സങ്കേതം എന്ന പേരിൽ അറിയപ്പെടുന്നു. കേരളത്തിലെ ആദ്യത്തെ ശുചിത്വ പഞ്ചായത്ത് ഏത്? പോത്തുക്കൽ, കോട്ടയ്ക്കൽ, കുളത്തൂർ, പള്ളിക്കൽ. പോത്തുക്കലാണ് ശരിയായ ഉത്തരം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ പറഞ്ഞു തരാം. അപ്പോൾ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. ഇതിൻ്റെ ബാക്കി ചോദ്യോത്തരങ്ങൾ നമുക്ക് അടുത്ത ഒരു ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.